ഹലോ ഗൈസ്, അടിപൊളി വീക്കിലി ടാസ്ക് ഒക്കെ വന്നിരിക്കുകയാണ്. നമുക്ക് ലൈവ് അപ്ഡേറ്റ്സ് എന്തൊക്കെയാണെന്ന് നോക്കണ്ടേ. അതിനു മുമ്പ് നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും അറിയിക്കുക. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് അടിക്കണേ. അപ്പോൾ ഇന്ന് രാവിലെ തൊട്ടൊക്കെ ഉള്ള കുറേ ചെറിയ ചെറിയ പ്രശ്നങ്ങളും കാര്യങ്ങളും ഒക്കെ ആയിരുന്നു. നമ്മുടെ അനിമോളും ഒക്കെ ആയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ശൈത്യമൊക്കെ ആയിട്ടുള്ള പ്രശ്നങ്ങളാണല്ലോ. ഇന്നലത്തെ ആ പ്രശ്നങ്ങൾ തന്നെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. രാവിലെ കിച്ചണിൽ ജിഷിനും ലക്ഷ്മിയും തമ്മിൽ ചെറിയ പ്രശ്നമുണ്ടായി. അതിനുശേഷം എന്തായാലും ഉച്ചയ്ക്ക് രാവിലെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫുഡ് കറക്റ്റായില്ല. രാവിലെ ദോശ കുറവായിരുന്നു. 2 ദോശ വീതമേ ഉള്ളൂ. അനിമോൾ 2 ദോശ വീതം മതിയെന്ന് പറഞ്ഞെന്നോ. ലക്ഷ്മിയാണ് സാമ്പാറും എല്ലാം ഉണ്ടാക്കിയത്. ദോശ ഉണ്ടാക്കാൻ വന്നപ്പോൾ മാവ് തികയത്തില്ല എന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് തന്നെ ചോറ് കൊടുക്കാം എന്നുള്ള ഒരഭിപ്രായം അനിമോൾ പറഞ്ഞു എന്നൊക്കെ ചൊല്ലി രാവിലെ തന്നെ പ്രശ്നങ്ങളായിരുന്നു. അപ്പോൾ നമ്മൾ എപ്പോഴും വഴക്ക് പറയേണ്ടല്ലോ എന്ന് കരുതിയാണ് ഞാൻ അപ്ഡേറ്റ്സ് ഒന്നും ഇടാഞ്ഞത്. ഓക്കെ, അത് കഴിഞ്ഞതിന് ശേഷം ഇപ്പോൾ നമുക്ക് അവർക്ക് വീക്കിലി ടാസ്ക് കൊടുത്തു. വീക്കിലി ടാസ്ക് എന്ന് പറഞ്ഞാൽ 7 സ്തൂപം വെച്ചിട്ടുണ്ട്. 7 സ്തൂപം, അതിനകത്ത് 7 ക്യാപ്പ് തൂക്കിയിട്ടുണ്ട്. 7 ടീമായിട്ട് 3 പേരെ വീതം 7 ടീമായിട്ട് ഡിവൈഡ് ചെയ്യണമായിരുന്നു. ബിഗ് ബോസ് തന്നെ ഡിവൈഡ് ചെയ്തു. കാരണം ബിഗ് ബോസിനറിയാം ഇവിടെ അടി നടക്കുമെന്ന്. അതുകൊണ്ട് ബിഗ് ബോസ് ശത്രുക്കളെയൊക്കെ പിടിച്ച് ഓരോ ടീമാക്കി. ആദ്യത്തെ ടീം ലക്ഷ്മി, അതുപോലെ തന്നെ ജിഷിനുമാണ് ഈ വന്നപ്പം മുതൽ വൈൽഡ് കാർഡ്സ് അടി. ലക്ഷ്മി, ജിഷിൻ, അതുപോലെ തന്നെ നിവിൻ, ആ 3 പേരെയാണ് ഒന്നാമത്തെ ടീമാക്കിയത്. രണ്ടാമത്തെ ടീമാക്കിയത് അക്ബർ, ഷാനവാസ്, രേണു, 3 പേരെ. മൂന്നാമത്തെ ടീമാക്കിയത് ജിസൈൽ, നമ്മുടെ അനിമോൾ, അതുപോലെ തന്നെ ശൈത്യ. അങ്ങനെ ഓരോ ടീമിലും 3 പേരെ വെച്ചിട്ട് 7 ടീമാക്കി. ലാസ്റ്റ് ടീമെന്ന് പറയുന്നത് അപ്പാനി, അനീഷ്, അതുപോലെ തന്നെ ഇപ്പോൾ വന്ന സാബുമാൻ. അപ്പോൾ ഇങ്ങനെയാണ് ഓരോ ടീമാക്കിയത്. നമ്മുടെ ആര്യൻ, പിന്നെ ആദില, അതുപോലെ തന്നെ നമ്മുടെ റെന. പിന്നെ അടുത്ത ടീം ബിന്നി, നൂറ, അഭിലാഷ്, ഒനിയൽ, പ്രവീൺ, പിന്നെ ആരായിരുന്നു, പ്രവീണ്, പിന്നെ നമ്മുടെ ഈ കൊച്ച്, ഇതിൻ്റെ പേര് മസ്താനി. അപ്പം ഇങ്ങനെ മസ്താനി, റെന, ആര്യൻ, ഇങ്ങനെയായിരുന്നു. അപ്പോൾ അങ്ങനെ ആ ഒരു ബിന്നി, മറ്റേത് ഒനിയൽ, ബിന്നി, ആര്യനാണോ, ഒനിയൽ, ബിന്നി, പ്രവീൺ. അങ്ങനെ 7 ടീം, 3 പേരെ വെച്ച് 7 ടീമാണ്. 7 ടീമിന് ഓരോ ക്യാപ്റ്റന്മാരെ ഇവർ ഡിസൈഡ് ചെയ്യണം. നിവിനായിരുന്നു ഫസ്റ്റ് ടീമിൻ്റെ ക്യാപ്റ്റൻ. ജിഷിൻ, ലക്ഷ്മി, നിവിൻ്റെ ടീമിൽ നിവിനാണ് ക്യാപ്റ്റൻ. അക്ബർ, ഷാനവാസിൻ്റെ രേണുവാണ് ക്യാപ്റ്റൻ. ജിസേൽ, അനിമോൾ, ശൈത്യയുടെ ജിസേലാണ് ക്യാപ്റ്റൻ. അങ്ങനെ ഓരോ ടീമിനെയും ക്യാപ്റ്റനാക്കി. അനീഷ്, അപ്പാനിയും സാബുമാൻ്റെ അനീഷായിരുന്നു ക്യാപ്റ്റൻ. അപ്പോൾ ക്യാപ്റ്റന്മാരുടെ തലയിൽ തൊപ്പി വെക്കണം. 2 പേര് സഹായികൾ, 2 പേര് വേറെ ടീമിൻ്റെ തൊപ്പി എടുക്കണം. എന്നിട്ട് ഈ ഒരു ക്യാപ്റ്റൻ്റെ തൊപ്പി സേവ് ചെയ്യുകയും വേണം. അപ്പോൾ ആരുടെ തൊപ്പിയാണോ എടുക്കുന്നത് അവർ ടീമിൽ നിന്ന് പുറത്താവും. ഇന്ന് ഒരു ടീമിനെ പുറത്താക്കണം. അങ്ങനെ 4 ദിവസമാണ് കളി. അപ്പോൾ ഇവർക്ക് ജയിച്ചു കഴിഞ്ഞാൽ ജയിച്ച ടീമിന് 3 കാര്യങ്ങളാണ്. സൂപ്പർ നോമിനേഷൻ പവർ, രണ്ടാമതായിട്ട് സൂപ്പർ ഇമ്മ്യൂണിറ്റി പവർ, മൂന്നാമതായിട്ട് പവർ എന്ന് പറയുന്നത് എന്താണ്, സൂപ്പർ ഫാമിലി പവർ. ഇങ്ങനെ 3 പവർ കിട്ടും. ക്യാപ്റ്റൻ ആർക്ക് വേണമെങ്കിലും ഈ 3 പേർക്ക്, ടീമിലെ 2 പേർക്ക് ഉൾപ്പെടെ ആർക്ക് വേണമെങ്കിലും ക്യാപ്റ്റൻ ആ പവർ വീതിച്ചു കൊടുക്കാം. അപ്പോൾ സൂപ്പർ നോമിനേഷൻ പവർ എന്ന് പറഞ്ഞാൽ 3 പേരെ നോമിനേഷൻ ചെയ്യാൻ 3 ആഴ്ചയിലേക്ക്. അതുപോലെ തന്നെ സൂപ്പർ ഇമ്മ്യൂണിറ്റി പവർ എന്ന് പറഞ്ഞാൽ 3 ആഴ്ചയിലേക്ക് സേവ് ചെയ്യാം, നോമിനേഷൻ മുക്തമാവും. സൂപ്പർ ഫാമിലി പവർ എന്ന് പറഞ്ഞാൽ ഈ ഫാമിലി വീക്ക് ഉണ്ടല്ലോ, ഫാമിലി വീക്കിൽ ഒരു ദിവസമല്ലേ ഫാമിലി കൂടെ നിൽക്കൂ. അപ്പോൾ ഇത് ഒരാഴ്ച ഒരാളിൻ്റെ ഫാമിലിക്ക് ഒരാഴ്ച മുഴുവൻ നിൽക്കാനുള്ള വളരെ വലിയ ഓപ്പർച്യൂണിറ്റി, അത് ഫാമിലി വീക്കിൽ. അപ്പോൾ അതിനു മുമ്പേ ഇവർ ജയിക്കുന്ന ആരെങ്കിലും ഫാമിലി വീക്കിന് മുമ്പേ എവിക്റ്റ് ആവുകയാണെങ്കിൽ ആ പവർ ആർക്ക് വേണേലും കൈമാറാം. ഇതാണ് കളി. അപ്പോൾ ഇതിൽ ഇന്നിപ്പോൾ ഒരാളിനെ പുറത്താക്കണമായിരുന്നു. പസറടിച്ചതും തുടങ്ങി മക്കളെ എന്തോ ഒരു ബഹളം. ഫിസിക്കൽ അസോൾട്ട് പാടില്ല എന്നൊക്കെ പറഞ്ഞ് എങ്കിലും ഈ തൊപ്പി വലിച്ചിളക്കാൻ വേണ്ടിയിട്ട് ഭയങ്കര ഗുസ്തിയായിരുന്നു. എന്തായാലും ആദ്യം തന്നെ രേണുവിന് ശ്വാസം മുട്ടി, രേണുവിന് ഇഞ്ചുറി പറ്റിയെന്ന് പറഞ്ഞാൽ അപ്പം തന്നെ കൺഫെഷൻ റൂമിലേക്ക് കൊണ്ട് എന്തായാലും ബസറടിച്ചു. അങ്ങനെ കുറേ ഓട്ടവും ചാട്ടവും കാര്യങ്ങളുമായിരുന്നു. എന്തായാലും രേണുവിൻ്റെ അത് എടുക്കാമെന്ന്, കാരണം രേണു പക്ഷേ അക്ബറും ഷാനവാസും വളരെ അധികം പ്രൊട്ടക്റ്റ് ചെയ്തതുകൊണ്ട് രേണുവിൻ്റെ തൊപ്പി ആർക്കും എടുക്കാൻ പറ്റിയില്ല. ഒരു ഇത്തിരി അറ്റം അങ്ങാണ്ട് അനിമോൾക്ക് കിട്ടി.
വേറെ എല്ലാവരും രേണുവിനെ ശ്രമിച്ചു, പക്ഷേ നടന്നില്ല. രേണുവിന് ഇന്നത്തെ കാര്യം ഫിസിക്കലി വീക്കാണല്ലോ, അതുകൊണ്ട് തന്നെ രേണുവിൻ്റെ എടുക്കാൻ എളുപ്പമാണ്. പക്ഷേ അക്ബറും ഷാനവാസും നന്നായിട്ട് പ്രൊട്ടക്റ്റ് ചെയ്തു. അത് കഴിഞ്ഞതിന് ശേഷം പിന്നീട് അവർ ശ്രമിച്ചു, ഒനിയലിൻ്റെ നടന്നില്ല. ഒനിയലിൻ്റെ ശ്രമിക്കുന്നത് നമുക്ക് കാണാം. പിന്നെ അങ്ങനെ ഓരോ ആൾക്കാരെ ശ്രമിച്ചു. പക്ഷേ ജിസേൽ നല്ല അസാധ്യ കളിയായിരുന്നു കേട്ടോ. ജിസേലിനെ ഒരു പ്രാവശ്യം ജിസേൽ വീണു. പക്ഷേ അനുമോള് ഭയങ്കരമായിട്ട് ജിസേലിനെ പ്രൊട്ടക്റ്റ് ചെയ്തു. അപ്പോൾ പിന്നെ ജിസേൽ നല്ല കളി. ജിസേലിന് ഉള്ളത് നമ്മൾ എന്തൊക്കെ പറഞ്ഞാലും ജിസേൽ അടിപൊളി കളിയാണ്. അതുപോലെ അനിമോളും നല്ല കളിയാണ്. അവർ രണ്ടുപേരും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരാൾ നീളം കുറഞ്ഞാലും ഒരാൾ നീളം കൂടിയ ആളും. പക്ഷേ ഭയങ്കര സ്പോർട്സ്മാൻ സ്പിരിറ്റാണ് കളി. ഈ ഫിസിക്കൽ ടാസ്ക് വന്നു കഴിഞ്ഞാൽ അനിമോളൊക്കെ ഭയങ്കര കളിയാണ്. അതുപോലെ തന്നെയാണ് ജിസേലും. രണ്ടും കട്ടയ്ക്ക് നിൽക്കും കേട്ടോ. രണ്ടിനെയും തോൽപ്പിക്കാൻ പാടാം. അനിമോൾ പിന്നെ യാതൊരു തരത്തിലുള്ള പരിക്കും പറ്റത്തില്ല. അനിമോളില്ല പിന്നെ സ്റ്റാർ മാജിക്കിൽ ഇത്രയില്ല 10 വർഷമായിട്ട് കിടന്ന് ഇങ്ങനെയുള്ള കളികളൊക്കെ അല്ലേ കളിച്ചുകൊണ്ടിരുന്നത്. അതുകൊണ്ട് അനുമോൾ ടാസ്കിന് ഭയങ്കര ബ്രില്യൻ്റാണ്. അത് ജിസേൽ പിന്നെ ബിഗ് ബോസ് കണ്ട് നന്നായിട്ട് പഠിച്ച്, അതുപോലെ തന്നെ ഹിന്ദി ബിഗ് ബോസിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്ത മുൻ ഒരു താരമല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്ക് അതിനെക്കുറിച്ചൊക്കെ അറിയാം. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ രണ്ടുപേരും നന്നായിട്ട് കളിക്കുന്നുണ്ട്. ഷൈത്യ പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറി. ഷൈത്യയുടെ കാര്യം അറിയാമല്ലോ, പടം മാത്രമല്ലേ ഉള്ളൂ. പക്ഷേ എല്ലാവരും നന്നായിട്ട് കളിച്ചവർ മാക്സിമം നോക്കി. പക്ഷേ അതൊരു ഫിസിക്കൽ അറ്റാക്കിലേക്ക് പോയി. ഇവിടെ സംഭവിച്ചതെന്ന് പറഞ്ഞാൽ അനീഷ് അപ്പാനെയും നമ്മുടെ സാബുമാനായിരുന്നു. പക്ഷേ അനീഷ് നല്ല സ്ട്രോങ് പ്ലെയറാണ്. അനീഷ് നന്നായിട്ട് കളിക്കും. ഫിസിക്കൽ ടാസ്കൊക്കെ അനീഷ് ഭയങ്കര വാശിയോട് കളിക്കുന്ന ആളാണ്. അപ്പോൾ തൊപ്പി അനീഷ് തലയിൽ വെച്ചു. അപ്പോൾ അനീഷിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടി അപ്പോൾ എല്ലാവരും കൂടി ഒന്നത്തെ കാര്യം ഷാനവാസും അക്ബറും ഒക്കെ ഈ ഒരു ഹൗസിൽ ഭയങ്കര അത്യാവശ്യം ആരോഗ്യമുള്ള ആൾക്കാരെന്നാണ് പൊതുവെ വരുന്നത്. ഷാനവാസ് സുഖമില്ലാത്ത ആളാണെങ്കിൽ പോലും ടാസ്ക് വരുമ്പോൾ ഷാനവാസ് അതൊന്നും പുറത്ത് കാണിക്കാറില്ല. ഭയങ്കര അഗ്രസീവാണ് രണ്ടുപേരും. അക്ബറാന്ന് പറയാൻ വേണ്ട, അങ്ങേറ്റത് അഗ്രസീവാണ്. അപ്പം ഇവർ പിന്നെ അറ്റാക്ക് ചെയ്ത് അനീഷിനെ ഭയങ്കരമായിട്ട് അറ്റാക്ക് ചെയ്യുമെന്ന് പറഞ്ഞാൽ അതെങ്ങനെയെങ്കിലും വലിച്ചു പറിക്കാൻ നോക്കിയ സമയത്ത് അപ്പാനിയും സാബുമാനും കൂടി പ്രൊട്ടക്റ്റ് ചെയ്ത പ്രൊട്ടക്ഷനും ഈ അവരുടെ അറ്റാക്കും എല്ലാം കൂടി നമ്മുടെ അനീഷ് തീർന്ന് കിട്ടി എന്ന് പറഞ്ഞാൽ ഈ പിന്നെ അവൻ്റെ പകുതി തൊപ്പി വലിച്ചു പറിച്ചിട്ട് പോയി. കാരണം ഒരു പീസ് കിട്ടി, അത് വലിച്ചു പറിച്ചു. ബാക്കിയുള്ളത് കിട്ടാതിരിക്കാൻ വേണ്ടി അനീഷ് മാക്സിമം ശ്രമിച്ചു. അവർ പുതപ്പിട്ട് അടച്ചു. എനിക്ക് തോന്നുന്നു എന്താണ് സംഭവിച്ചതെന്ന് നമുക്കവിടെ വ്യക്തമാവുന്നില്ല. ഇനി BB+ കാണുമ്പോഴേ നമ്മളിത് കണ്ടു പുതപ്പിട്ട് മറിയുന്നു. പക്ഷേ ഇവരെല്ലാവരും കൂടി അറ്റാക്ക് ചെയ്തപ്പോൾ ഇതാരാണ് ഇടിച്ചത്? എന്തോ അനീഷിന് നന്നായിട്ട് പ്രഹരം കിട്ടിയിട്ടുണ്ട്. ആരുടെ കയ്യിൽ നിന്ന് ഇടിച്ച് കഴുത്തിൻ്റെ ഭാഗത്തോ തലയ്ക്കോ ഒക്കെ ഇടി കൊണ്ടിട്ടുണ്ട്. കാരണം ഇടിച്ചെടുക്കാൻ ശ്രമിച്ച സമയത്ത് ചിലപ്പോൾ ഇവരുടെ ടീമിലുള്ള ആൾക്കാർ പ്രൊട്ടക്റ്റ് ചെയ്തപ്പോൾ കൊണ്ടതാവാനും വഴിയുണ്ട്. എന്തായാലും കഴുത്തു ഭാഗത്തും തലയ്ക്കും നല്ലതായിട്ട് ക്ഷതം പറ്റിയിട്ടുണ്ട്. അതിനുശേഷം പിന്നെ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം ഓടുന്നുണ്ട്. ഇപ്പോൾ ബസർ കേട്ടപ്പോൾ തന്നെ പിന്നെ അനീഷ് ഭയങ്കരമായിട്ട് ശ്വാസം മുട്ടൽ പോലെ ഇങ്ങനെ ഭയങ്കരമായിട്ട്, അത് ബിഗ് ബോസ് ഇങ്ങനെ ക്യാമറ സൂം ചെയ്ത് നമ്മളെ കാണിക്കുമായിരുന്നു. ഭയങ്കരമായിട്ട് ശ്വാസം മുട്ടുന്ന ഒരവസ്ഥ ആയിരുന്നു. ഒരു വല്ലാത്തൊരവസ്ഥയിലായിരുന്നു. അത് കഴിഞ്ഞ് അപ്പോഴത്തേക്ക് അതിനു മുമ്പ് തന്നെ രേണുസുതി വീണു. ബസർ അപ്പം തന്നെ അടിച്ചു. രേണുസുതി വീണ്. രേണുസുതിനെ എടുത്തുകൊണ്ട് പിന്നെ കാരണം രേണുവിനെ സംബന്ധിച്ച് രേണുവിന് ഫിസിക്കലായിട്ട് ആരോഗ്യമില്ല. ചുമ്മാതിരുന്ന ഓരോന്നോരോന്ന് ഇല്ല മണ്ണും മാവും അരിയും ഒക്കെ ഇങ്ങനെ ചവച്ച് തിന്നുകൊണ്ട് നടക്കുന്ന അങ്ങനെ തിന്നൊന്നും വെച്ചില്ല. ഇതിന് ഫിസിക്കൽ ഒരു ടാസ്ക് ചെയ്യാനുള്ള ആരോഗ്യം ഇല്ലല്ലോ. അപ്പം ഒന്നാമത്തെ കാര്യം ഇവർ ഈ പ്രൊട്ടക്റ്റ് ചെയ്യാൻ പോകുമ്പം അത്രയ്ക്കും ആരോഗ്യമുള്ളവരാണ് പ്രൊട്ടക്റ്റ് ചെയ്യുന്നത്. അപ്പോൾ അവരും അമർത്തും. നമ്മളിപ്പം ഒരു കളി മറ്റുള്ളൊരു ഓപ്പോസിറ്റ് ആൾക്കാർ വന്ന് ഇതിനെ വലിച്ചു പറിക്കാൻ നോക്കുമ്പോൾ നമ്മുടെ സേവകർ, നമ്മളെ സഹായിക്കേണ്ടവരൊന്നും നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യും. ഈ പ്രൊട്ടക്റ്റ് ചെയ്യുന്നവരുടെ സമ്മർദ്ദം കൂടി നമുക്ക് ചിലപ്പോൾ താങ്ങാൻ പറ്റിയെന്ന് വരില്ല. കാരണം അവരും അമർത്തും. അടിക്കാതിരിക്കാൻ വേണ്ടി ചിലപ്പോൾ തല പിടിച്ച് അമർത്തും, അല്ലെങ്കിൽ പിന്നെ അമർത്തി മാറ്റി പിടിക്കും. അപ്പോൾ അതൊക്കെ ചിലപ്പം നമുക്ക് പെട്ടെന്ന് ശ്വാസം തടസ്സം വരാനും അത് നമുക്ക് പെട്ടെന്ന് നമുക്കത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇത് ആരോഗ്യമില്ലാത്തവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കളിയാണ് ഇങ്ങനെയുള്ള കളികൾ. അപ്പോൾ ഈ തടിമാടന്മാരെ പിള്ളേർ അക്ബറിനെ സംബന്ധിച്ചാൽ അക്ബർ നല്ല ആരോഗ്യമുള്ള ആളാണ്. പിന്നെ ഷാനവാസിന് സുഖമില്ലെങ്കിൽ പോലും ഷാനവാസ് ഫിസിക്കൽ ടാസ്കിൽ ഭയങ്കര അഗ്രസീവാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ രണ്ടുപേരും കൂടി രേണുവിനെ നന്നായിട്ട് പ്രൊട്ടക്ഷൻ കൂടിയിട്ട് രേണു ശ്വാസം മുട്ടി തീർന്നു പോകുന്ന രീതിയിലായി. അത്രയായിട്ട് വേഗം എടുത്തിട്ട് കൺഫ്യൂഷൻ റൂമിലോട്ട് ഓടി. എന്തായാലും കുറച്ച് കഴിഞ്ഞപ്പോൾ ഓക്കെ ആയി. രേണു തിരിച്ചിറങ്ങി വന്നു. അപ്പോഴത്തേക്ക് ഇവിടെ അനീഷ് കുഴപ്പമായി. അനീഷ് ശ്വാസം ഇങ്ങനെ ഭയങ്കരമായിട്ട് വലിക്കുമായിരുന്നു. അങ്ങനെ
അനീഷിനെ കൊണ്ടുവന്ന് എല്ലാവരുടെയും വെള്ളമൊക്കെ കൊടുത്തു. പിന്നെ നമ്മുടെ അപ്പോഴത്തേക്ക് കൺഫെഷൻ റൂമിലേക്ക് കൊണ്ടുവന്ന് വിളിച്ചപ്പം ബിഗ് ബോസിൻ്റെ അനൗൺസ്മെൻ്റ് എന്ന് ഒരാളെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. കാരണം അവർക്കും ടെൻഷനാണ്. ഡോക്ടർമാർ ഒരുപാട് പേരങ്ങ് ഇല്ലല്ലോ. അപ്പോൾ ഒരാളെ കൊണ്ടുവന്ന് അവിടെ പരിശോധിച്ച്, പ്രത്യേകിച്ച് ഇപ്പോൾ ഒരു മെഡിക്കൽ റൂം ഇല്ലാത്തതുകൊണ്ട് തന്നെ കൺഫെഷൻ റൂമിൽ ഒരാൾക്ക് ഇരിക്കാനോ കിടക്കാനുള്ള ഒരു സൗകര്യമുള്ളൂ. കിടക്കാനുള്ള സൗകര്യമൊന്നും ഇല്ല. എന്നിട്ട് പിന്നെ എന്തായാലും പുള്ളി പിന്നെ അവിടെ വന്ന് ലിവിങ് ഏരിയയിൽ സോഫയിൽ കിടത്തിയിട്ട് കുറേ നേരം കഴിഞ്ഞപ്പോഴത്തെ കൺഫെഷൻ റൂമിലോട്ട് വിളിച്ച്. എന്തായാലും ഇപ്പോഴും എന്താ പറയുക, നമ്മുടെ അനീഷ് ഇപ്പോഴും വയ്യാത്ത ഒരവസ്ഥയിലാണ്. അവരുടെ ഈ തൊപ്പിയുടെ ഭാഗം വലിച്ചു കീറിയതുകൊണ്ട് അവർ ഔട്ടായി എന്ന് ബിഗ് ബോസ് അനൗൺസ് ചെയ്തു. അവർ ഈ കളിയിൽ നിന്ന് ഔട്ടായി. പിന്നെ രേണു കുഴപ്പമില്ല, രേണുവിടെ കിടക്കുന്നുണ്ട്. ചായയൊക്കെ കൊണ്ട് കൊടുത്ത് രേണുവിന് ഓക്കെ ആണെന്ന് രേണു പറഞ്ഞു. അപ്പോൾ ചോദിച്ചു അക്ബർ വന്ന്, ചേച്ചി വേറെ ക്യാപ്റ്റനെ മാറ്റണോ, ചേച്ചി ഓക്കെ ആണോ, നാളെ കളിക്കുകയാണെന്ന്. അപ്പോൾ പറഞ്ഞു ഞാൻ ഓക്കെ ആണെന്ന്. അപ്പം രേണുവിന് അത്ര വലിയ പ്രശ്നമില്ല. പക്ഷേ അനീഷിന് നല്ല ഇഞ്ചുറി ഉണ്ട്. അനീഷിന് എന്തോ സംതിങ്, എനിക്ക് തോന്നുന്നു ടാബ്ലറ്റോ ഇഞ്ചക്ഷനോ എന്തോ കൊടുത്തിട്ടുണ്ട്. അനീഷ് ഇപ്പോൾ ഉറങ്ങുവാണ്, അകത്ത് തന്നെയാണ് ഉറങ്ങുന്നത്. ആരും ഡിസ്റ്റർബ് ഒന്നും ചെയ്യുന്നില്ല. അപ്പോൾ എന്തോ നല്ല ഇഞ്ചുറി പറ്റിയിട്ടുണ്ട് അനീഷിന്. എന്തായാലും ടാസ്കിൽ നിന്ന് പുറത്തായതുകൊണ്ട് തന്നെ ഇനി അവർക്ക് കളിക്കണ്ട, അങ്ങനെ ഒരു കാര്യമുണ്ട്. അപ്പോൾ ഇത്രയായിരുന്നു ഇന്നിപ്പോൾ ലൈവ് നടന്നത്. എന്തായാലും ഈ ഫിസിക്കൽ ആയിട്ട് അറ്റാക്ക് ചെയ്യരുത് എന്ന് പറഞ്ഞാൽ പോലും ഇങ്ങനെയുള്ള ടാസ്ക് വരുമ്പോൾ അവർക്ക് മാക്സിമം, ഒന്നാമത്തെ കാര്യം സൂപ്പർ ഫാമിലി, സൂപ്പർ ഇമ്മ്യൂണിറ്റി, സൂപ്പർ നോമിനേഷൻ എന്നൊക്കെ പറയുമ്പോൾ എല്ലാവരും അഗ്രസീവ് ആവും കേട്ടോ. അപ്പോൾ അതാണ്. എന്തായാലും കളിയൊക്കെ നമ്മൾ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു കേട്ടോ. നല്ല ക്യൂട്ടായിട്ട് എല്ലാവരും കളിച്ചു. അനുമോള് പിന്നെ മുഖം വെറുപ്പിച്ചിരിപ്പുണ്ടായിരുന്നെങ്കിലും കളി വന്നപ്പോഴത്തേക്ക് ഓക്കെ ആയി, നന്നായിട്ട് കളിച്ചു. പക്ഷേ ശൈത്യമായിട്ട് മിണ്ടിയിട്ടൊന്നുമില്ല. ശൈത്യം മാറിപ്പോകുന്നുണ്ട്. ശൈത്യം മഹാവിഷമാണ്, അത് ഉറപ്പാണ്. ഇത്രയും വിഷമുള്ളൊരു പെങ്കൊച്ച് വേറുണ്ടാവില്ല. കാരണം ഫുള്ള് പിന്നെ അക്ബറുമായിട്ടിരുന്ന് അനുമോളെ കളിയാക്കുമായിരുന്നു. അതൊക്കെ ഇങ്ങനെ ലൈവിൽ കാണിക്കുമായിരുന്നു. അനുമോൾ ഇങ്ങനെ അക്ബറിനെയും ശൈത്യം ഇങ്ങനെ നോക്കുന്നു, അക്ബറിൻ്റെ ചെവിയിൽ ശൈത്യം എന്തോ പറയുന്നു, കളിയാക്കുന്നു, ചിരിക്കുന്നു, പാരടി പാടുന്നു. അതൊക്കെ വളരെ മോശമായിട്ടുള്ളൊരു ബിഹേവിയറാണ്. എന്തെങ്കിലും ആവട്ടെ, ഗെയിമിൻ്റെ സ്പിരിറ്റോട് കൂടി എടുക്കട്ടെ. വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ പുറത്ത് പോകേണ്ടവർ പുറത്ത് പോകട്ടെ, അകത്ത് നിന്ന് കളിക്കേണ്ടവർ അകത്ത് കളിക്കട്ടെ. അനുമോളും അത് മനസ്സിലാക്കിയിട്ട് കളിക്കട്ടെ. കാരണം ഇതൊക്കെ ഒരു കളിയാണ്, ഒരു ഗെയിമാണ്. ആരെയും അങ്ങ് 100% വിശ്വസിച്ച് അങ്ങനെ ഫ്രണ്ട് ആക്കേണ്ട ആവശ്യമില്ല. എല്ലാവരും ജയിക്കാൻ വേണ്ടിയിട്ടാണ് വന്നേക്കുന്നത് അല്ലേ. അപ്പോൾ അങ്ങനെ പോട്ടെ. അപ്പം നെക്സ്റ്റ് അപ്ഡേറ്റ്സ് ആയിട്ട് വരുന്നവരേക്കും ബായ്.